ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ 50 നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എന്താണ് നോമ്പ് എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്തുത്തരം നൽകുവാൻ നമുക്ക് സാധിക്കും? നമുക്ക് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഉത്തരങ്ങൾ കാണും. ഈ അടുത്തിടെ കേട്ട സുന്ദരമായൊരു വ്യാഖ്യാനമാണ്, നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ഒരു താക്കോലാണ്. പലപ്പോഴും നോമ്പെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു വാക്ക് നോ എന്നാണ്. പ്രത്യേകിച്ച് നമുക്ക് ഏറെ ഇഷ്ടമുള്ള ചില കാര്യങ്ങളോട് നമ്മൾ നോ പറയും. അതൊരു പക്ഷേ ചില ഭക്ഷണ സാധനങ്ങളാകാം, ഇൻ്റർനെറ്റിൻ്റെയും മൊബൈലിൻ്റെയൊക്കെ ഉപയോഗമാകാം, മറ്റ് പലതരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതാണ് നോമ്പെന്ന് പലരും കരുതുന്നു. എന്നാൽ ഇങ്ങനെ വേണ്ടെന്ന് വെക്കലുകളിൽ കൂടെ ചില കാര്യങ്ങൾ വേണമെന്ന് കൂടി സഭ നമ്മെ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ നോമ്പിലെ 3-ാമത്തെ ഞായറാഴ്ചകളിലെ വിവിധ വായനകളിലൂടെ സഭ നമ്മളോട് പറയുകയാണ്, നോമ്പിൻ്റെ പ്രധാന പില്ലറുകളായ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും ഏറ്റവും അർത്ഥവത്തായി അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ നോമ്പ് പൂർണ്ണമായി തീരുന്നത്. 1-ാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുകയാണ്, നിന്റെ സഹോദരന് നേരെ നീ ഒരിക്കലും ഹൃദയമടയ്ക്കരുത്. സഹോദരന് ആവുന്ന നന്മകൾ ചെയ്തുകൊണ്ട് നിന്റെ സ്വത്തിൻ്റെ ഒരു വിഹിതം അവന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സഹോദരന് നന്മ ചെയ്യുമ്പോഴാണ് നീ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലേക്ക് ഒന്ന് നോക്കുവാനായിട്ട്, നമ്മുടെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു സഹായം ആവശ്യമുള്ള ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ വീട്ടിലോ നമ്മുടെ സമൂഹത്തിലോ എപ്പോഴും ഉണ്ടായിരിക്കും. സാധിക്കുന്ന നന്മകൾ നമ്മുടെ സഹോദരന് സഹോദരിക്ക് മറ്റുള്ളവർക്ക് ചെയ്യുവാനായിട്ട് ഈ നോമ്പ് കാലത്തിൽ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം. തോബിത്തിൻ്റെ പുസ്തകത്തിലുള്ള 2-ാമത്തെ വായനയിൽ മാലാഹ തോബിത്തിനോടും ഭാര്യയോടും പറയുകയാണ്, ദാനധർമ്മത്തോടു കൂടിയുള്ള നിങ്ങളുടെ ഉപവാസവും പ്രാർത്ഥനയുമാണ് ദൈവത്തിൻ്റെ പക്കൽ സ്വീകാര്യമാകുന്നത്. നിനക്ക് ലഭിച്ചിട്ടുള്ള സമ്പത്തിൻ്റെ ഓഹരി നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ നിൻ്റെ സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ സമ്പന്നമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോ നമ്മളോട് പ്രത്യേകമായി പഠിപ്പിക്കുകയാണ്, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊരു ഷോ ഓഫ് ആകരുത്, മറിച്ച് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടിയും നിൻ്റെ സഹോദരൻ്റെ അല്ലെങ്കിൽ സഹോദരിയുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയും ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി ഒരു ഷോ ഓഫ് ആകാതെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകണമെങ്കിൽ അർത്ഥപൂർണമായ രീതിയിൽ അത് ചെയ്യുക. പ്രത്യേകിച്ച് നീ എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരെ കാണുന്നതിന് വേണ്ടി ആയിരിക്കരുത് ചെയ്യുന്നത്, മറിച്ച് അത് ദൈവമഹത്വത്തിനും സഹോദര നന്മയ്ക്കും വേണ്ടിയായിരിക്കണം. അതിന് ഈശോ പറയുന്നൊരു കാര്യമാണ്, നിൻ്റെ വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ ഒരു ഇലക്ഷൻ്റെ കാലഘട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്നൊരു വാക്ക് PR എക്സസൈസ് എന്നാണ്. തങ്ങൾ ചെയ്തതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതിന് വേണ്ടി വലിയ PR വർക്കുകൾ രാഷ്ട്രീയ പാർട്ടികളും മറ്റു പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുകയാണ്. ഓരോ കാര്യങ്ങളുടെയും വീഡിയോ എടുത്തുകൊണ്ട് അത് പ്രചരിപ്പിച്ച്, പ്രത്യേകിച്ച് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും എഡിറ്റിങ്ങും ഒക്കെ നടത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോടു കൂടി വളരെ മനോഹരമാക്കി ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചുകൊണ്ട് തങ്ങളൊരു വലിയ സംഭവമാണെന്ന് കാണിക്കുവാനായിട്ട്
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യക്തികളും സൊസൈറ്റികളുമൊക്കെ ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ആയിരിക്കരുത്, മറിച്ച് അത് ദൈവമഹത്വത്തിന് വേണ്ടി ആയിരിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. ഒപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ഒരു ഷോ ഓഫിന് വേണ്ടി ഒച്ചപ്പാടുകളുടെയും ബഹളങ്ങളുടെയും ഒരു പ്രാർത്ഥനയായിരിക്കരുത്. നീ പ്രാർത്ഥിക്കുന്നത് നീയും നിൻ്റെ ദൈവവുമായിട്ടുള്ള സംഭാഷണമാണെങ്കിൽ അത് ഏറ്റവും സുതാര്യമായിട്ട്, ഏറ്റവും സൗമ്യമായിട്ട്, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കട്ടെ. നമ്മുടെ ഹൃദയമാണ് തുറക്കേണ്ടത് അതരങ്ങളെക്കാൾ ഉപരിയായിട്ട്. ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ആത്മാർത്ഥ സംഭാഷണം നടക്കണമെങ്കിൽ ഒരു ആത്മാർത്ഥ പ്രാർത്ഥന ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്ന ഉപവാസങ്ങളും ഒക്കെ മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ആയിരിക്കരുത്, മറിച്ച് നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ആത്മാർത്ഥ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നതായിരിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുവാനായിട്ട്, ഏറ്റവും നന്നായി ഉപവസിക്കുവാനായിട്ട്, ഏറ്റവും നല്ല രീതിയിൽ ദാനധർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതൊരിക്കലും ഒരു PR വർക്ക് പോലെ ആകാതെ, ഒരു ഷോ ഓഫ് ആകാതെ, നമ്മളും ദൈവവും തമ്മിലുള്ള ഒരു ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ ആഴങ്ങൾ തേടുന്നതാകട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ ചേർന്നിരിക്കുവാനും നമ്മുടെ സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നന്മകൾ ചെയ്യുവാനുമുള്ള ഒരവസരമായി ഈ നോമ്പിനെ നമുക്ക് മാറ്റാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ദിവസങ്ങളായിരിക്കട്ടെ ഈ 50 നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളും. കൂടുതൽ നന്മ ചെയ്യുവാനായിട്ട്, സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട്, ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.